ലൈഫ് ഈസ് എ ഗിഫ്റ്റ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സമ്മാനമാണ്. ആൻഡ് വി ഹാവ് ടു ചോയ്സസ്. നമുക്ക് രണ്ട് ചോയ്സസ് ഉണ്ട്. ഒന്ന്, ടു മേക്ക് എ ഡിഫറൻസ്. വേണമെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാം. ഇനി അല്ലെന്നുണ്ടെങ്കിൽ ഡോണ്ട് ബോദർ. ഒന്നുമേ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇത് ഡോക്ടർ ജെയിൻ ഗുഡോളിൻ്റെ വാക്കുകളാണ്. ആരാണ് ഡോക്ടർ ജെയിൻ ഗുഡോൾ? വെൽക്കം ടു ചേഞ്ച് മേക്കർ സ്റ്റോറീസ് ഓൺ ആപ്പിൾ സ്റ്റോറി ക്ലബ്. വെറും 26 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു ചെറുപ്പക്കാരി തൻ്റെ രാജ്യമായ ഇംഗ്ലണ്ടിൽ നിന്നും ആഫ്രിക്കയിലെ ടാൻസനിയയിലേക്ക് പോയി. എന്തിനാണെന്നോ? ചിമ്പാൻസികളോട് കൂട്ടുകൂടാൻ. പ്രിമറ്റോളജിസ്റ്റും സ്റ്റോറി ടെല്ലറും ആക്ടിവിസ്റ്റും ഒക്കെയായ ഡോക്ടർ ജെയിൻ ഗുഡോൾ 60 വർഷം ഡോക്ടർ ജെയിൻ ഗുഡോൾ ചിമ്പാൻസികളെക്കുറിച്ച് അവരോടൊപ്പം ജീവിച്ചു പഠിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ശരി. കുരങ്ങുകൾ, ചിമ്പാൻസികൾ ഇവയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പ്രിമറ്റോളജി. എങ്ങനെയായിരിക്കും ജെയിൻ ഗുഡോളിന് ഈ ചിമ്പാൻസികളോട് ഇത്ര താല്പര്യം വന്നത്? അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് കൂടി അറിയണം. കുഞ്ഞുനാൾ മുതൽക്കേ ജീവികളോട് വളരെ സ്നേഹമുള്ള ഒരു കുട്ടിയായിരുന്നു ജെയിൻ. ഒരിക്കൽ ഈ കോഴി മുട്ടയിടുന്നത് കാണാനായി 3 മണിക്കൂറോളം കോഴിക്കൂടിൻ്റെ പിന്നിൽ പതിയിരുന്ന ആളാണ് കുഞ്ഞു ജെയിൻ. ജെയിൻ ഓമനിച്ച് വളർത്തിയിരുന്ന മണ്ണിരകളെയും കുഞ്ഞൻ പുഴുക്കളെയും ഒക്കെ കട്ടിലിൻ്റെ അടിയിൽ നിന്നും കണ്ടെത്തി പുറത്താക്കുക എന്നുള്ളത് ജെയിനിൻ്റെ അമ്മയുടെ ഒരു പ്രധാനപ്പെട്ട ജോലിയായിരുന്നു. തൻ്റെ മകൾക്ക് ഈ ജീവികളോടുള്ള സ്നേഹം മനസ്സിലാക്കിയപ്പോൾ ഒരിക്കൽ ജെയിനിൻ്റെ അച്ഛൻ ഒരു പാവയെ സമ്മാനമായി കൊടുത്തു. ഒരു സോഫ്റ്റ് ടോയ്, നമ്മുടെ ടെഡി ബെയറിനെയൊക്കെ പോലെ. എന്നാൽ അതൊരു ബെയർ ആയിരുന്നില്ല, മറിച്ച് ഒരു വലിയ കറുത്ത ചിമ്പാൻസി. വീട്ടിലുള്ളവർ അച്ഛനോട് പറഞ്ഞു, അയ്യോ, കുട്ടിക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി പേടിക്കും. എന്നാൽ ഈ പാവയെ കണ്ടതും ജെയിനിന് അതിനെ വളരെ ഇഷ്ടമായി. അതിന് ജൂബിലി എന്ന് പേരും വച്ചു. പിന്നീട് ജെയിനിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി മാറി ഈ ജൂബിലി. ജെയിൻ എവിടെ പോയാലും ജൂബിലി കൂടെ ഉണ്ടാവും. താൻ വലുതാകുമ്പോൾ ഈ ചിമ്പൻസികളെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും ചിമ്പൻസികളെ നേരിട്ട് കാണണമെന്നും ഒക്കെയുള്ള ആഗ്രഹം കുഞ്ഞ് ജെയിനിൻ്റെ മനസ്സിൽ ഉറപ്പിച്ചത് ഈ ജൂബിലി എന്ന ചിമ്പാൻസി പാവയാണ്. അങ്ങനെ 26 വയസ്സായപ്പോൾ ജെയിൻ തൻ്റെ ആഗ്രഹം പോലെ തന്നെ ചിമ്പാൻസികളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി ഇംഗ്ലണ്ടിൽ നിന്നും ആഫ്രിക്കയിലേക്ക് പോയി. അവിടെ ലൂയിസ് ലീക്കി, മേരി ലീക്കി എന്ന ലോക പ്രശസ്തരായ ആന്ത്രപ്പോളജിസ്റ്റിനെ, മനുഷ്യരെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ, അവരെ പരിചയപ്പെടാൻ ജെയിനിന് അവസരം ലഭിച്ചു. ജെയിനിൻ്റെ താല്പര്യവും കഴിവുകളും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ അവർ ജെയിനിനെ സഹായിക്കാൻ തീരുമാനിച്ചു. പ്രിമറ്റോളജിയിൽ കൂടുതൽ പഠിക്കാനും ഒക്കെ ജെയിനിനെ അവർ സഹായിച്ചു. ചിമ്പാൻസികളുടെ സ്വഭാവം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്താനായി ടാൻസനിയയിലെ ഗോംബെ നാഷണൽ പാർക്കിലേക്ക് പോയി. ദൂരെ നിന്ന് അവരെക്കുറിച്ച് പഠിക്കുക എന്നതിനപ്പുറം അവരോടൊപ്പം ചേർന്ന് അവരെക്കുറിച്ച് പഠിക്കുക, ഇതായിരുന്നു ജെയിനിന് താല്പര്യം. ഇത് ശരിക്കും വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചിമ്പാൻസികളുടെ ഇടയിലേക്ക് പോയി അവരെക്കുറിച്ച് പഠിക്കുക. അന്നത്തെ കാലത്ത് ശരിക്കും പെൺകുട്ടികൾ ഈ മേഖലയിലേക്ക് വന്നിരുന്നില്ല. കൂടുതലും പുരുഷന്മാരുടെ ഒരു മേഖലയായിരുന്നു ഈ പ്രിമറ്റോളജി എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു പുതിയ ചുവടുവയ്പ് ജെയിൻ ഗുഡോൾ നടത്തിയത്. ചിമ്പാൻസികളോട് കൂട്ടുകൂടുക എന്ന ലക്ഷ്യവുമായി കാട്ടിലേക്ക് ഇറങ്ങും. പക്ഷേ ജെയിനിനെ കാണുന്നതും ചിമ്പാൻസികൾ ഇത് നമ്മുടെ ശത്രുവാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവരോട് യാതൊരുവിധ അടുപ്പം കാണിക്കാനും തയ്യാറായില്ല. എന്നാൽ ഇത് ശരിയാവില്ലല്ലോ, ഇവരെക്കുറിച്ച് പഠിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ഇവരോട് കൂട്ടുകൂടിയേ പറ്റൂ. അതിനുവേണ്ടി ജെയിൻ ഒരു ഉപായം കണ്ടെത്തി. ദിവസവും രാവിലെ കുറച്ച് വാഴപ്പഴങ്ങളുമായി ചിമ്പാൻസികളുടെ അടുത്തേക്ക് പോകും. ഈ വാഴപ്പഴം ചിമ്പാൻസിക്ക് കൊടുക്കും. ഇതൊരു പതിവായപ്പോൾ ആളത്ര കുഴപ്പക്കാരിയല്ല എന്ന് ചിമ്പാൻസികൾക്ക് തോന്നി. അവർ ജെയിനുമായി കൂട്ടുകൂടാനും ആരംഭിച്ചു. അതുവഴി
ചിമ്പാൻസികളുടെ ജീവിത രീതി, സ്വഭാവം, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ലോകത്തെ അറിയിക്കുവാനും ജെയിൻ ഗുഡോളിന് കഴിഞ്ഞു. സാധാരണ ഇത്തരത്തിൽ പഠനം നടത്തുന്ന ആൾക്കാർ തങ്ങൾ നിരീക്ഷിക്കുന്ന ആ ഒരു മൃഗത്തെ അല്ലെങ്കിൽ ജീവിയെ അതിന് നമ്പറുകളാണ് കൊടുക്കാറ്. എന്നാൽ ജെയിൻ ഗുഡോൾ അങ്ങനെയായിരുന്നില്ല. ഓരോ ചിമ്പാൻസിക്കും വളരെ സ്നേഹത്തോടു കൂടി പേരുകൾ നൽകി. ജെയിനിനോട് ആദ്യം കൂട്ടുകൂടിയ ചിമ്പാൻസിയുടെ പേര് ഡേവിഡ് ഗ്രീൻബേർഡ്, അതുകൂടാതെ ഗോലിയത്ത്, മൈക്ക്, ഹംഫ്രി, ഫോ അങ്ങനെ തുടങ്ങി പല പേരുകൾ ചിമ്പാൻസികൾക്ക് നൽകിയാണ് അവരെക്കുറിച്ച് പഠിച്ചത്. നമ്മൾ മനുഷ്യരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ചിമ്പാൻസികൾ. അതായത് നമ്മുടെ സ്വഭാവവുമായിട്ട് അവർക്ക് വളരെയധികം ബന്ധമുണ്ട്. അവരും നമ്മളെപ്പോലെ സങ്കടവും സന്തോഷവും ഒക്കെയുള്ള ജീവികളാണ്. പിന്നെ ആ കാലം വരെയും ടൂൾസ് ഉണ്ടാക്കുക, അത് ഉപയോഗിക്കുക എന്നത് മനുഷ്യർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാൽ ചിമ്പാൻസികളെ കുറിച്ച് പഠിച്ചപ്പോൾ ജെയിൻ ഗുഡോളിന് മനസ്സിലായി അങ്ങനെയല്ല. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ ഈ ചിമ്പാൻസികൾക്കും നമ്മളെപ്പോലെ അത്യാവശ്യം ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ദിവസം ജെയിൻ കണ്ട ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഒരു ചിമ്പാൻസി കുറച്ച് പുല്ലെടുത്ത് ഒരു ചിതൽപുറ്റിൻ്റെ മുകളിൽ വയ്ക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചിതലുകൾ വന്ന് ഈ പുല്ലിനെ പൊതിഞ്ഞു. അപ്പോൾ ഈ ചിമ്പാൻസി എന്ത് ചെയ്തെന്നോ, ആ പുല്ലിൻ്റെ കെട്ട് അങ്ങനെ എടുത്ത് വായിലാക്കി. ഒരു തരത്തിൽ പറഞ്ഞാൽ മീൻപിടുത്തം പോലെ ഒരു ചിതലുപിടുത്തം. പിന്നെ ചെറിയ ചുള്ളിക്കമ്പുകൾ ഉപയോഗിച്ച് ചെറിയ ചെറിയ ടൂൾസൊക്കെ ഉണ്ടാക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചിമ്പാൻസികൾ ചെയ്തിരുന്നു. അത് അവരുടെ സ്വഭാവ രീതിയാണ് തുടങ്ങിയ കണ്ടെത്തലുകൾ ജെയിൻ ഗുഡോൾ നടത്തി. 1960 ജെയിൻ ഗുഡോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ചു. ചിമ്പാൻസികളുടെ സംരക്ഷണത്തിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി. ഒരുപാട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ഡോക്ടർ ജെയിൻ ഗുഡോളിനെ തേടിയെത്തിയിട്ടുണ്ട്. യങ്സ്റ്റേഴ്സിനെ, യുവാക്കളെ നമ്മുടെ ഈ പ്രകൃതിയോടും നമ്മുടെ പ്ലാനറ്റിനോടും കൂടുതൽ പ്രതിബദ്ധതയുള്ളവരാക്കി തീർക്കാനായി ജെയിൻ ഗുഡോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ തന്നെ ആരംഭിച്ച മറ്റൊരു ബ്രാഞ്ചാണ് റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ് ഫൗണ്ടേഷൻ. 26-ാമത്തെ വയസ്സിൽ ചിമ്പാൻസികളെ കുറിച്ച് പഠിക്കുവാനായി തൻ്റെ യാത്ര ആരംഭിച്ച ഡോക്ടർ ജെയിൻ ഗുഡോളിന് ഇപ്പോൾ 90 വയസ്സാണ് പ്രായം. തൻ്റെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചിമ്പാൻസികളെയും പ്രകൃതിയെക്കുറിച്ചും എല്ലാവരോടും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഉത്തരവാദിത്വമുള്ള, പ്രകൃതിയെ നോവിക്കാത്ത നല്ല മനുഷ്യരായി ഇതിൽ ജീവിക്കുവാൻ എല്ലാവരെയും ഇൻസ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഡോക്ടർ ജെയിൻ ഗുഡോളിൻ്റെ കഥ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ? വീണ്ടും മറ്റൊരു ചേഞ്ച് മേക്കർ സ്റ്റോറിയുമായി നമുക്ക് കാണാം. കീപ് റീഡിംഗ്, കീപ് ടെല്ലിംഗ് സ്റ്റോറീസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.